ഒറ്റ ടീസർ കൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷത്തെ ചിതറിക്കാൻ സക്കീർ ബായിക്ക് കഴിയുമോ? കഴിയുന്നേ. ദേ അങ്ങോട്ട് നോക്കിയേ. എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവെ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിലെ എന്തിന്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല്, നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എന്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാൻ. അത് എന്തല്ല, ദിനേശനും ദാസനും ഒക്കെ എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം, അതും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഒന്നിച്ച്. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ അതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വന്നതിന് ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷത്തുള്ളവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. അമ്മാതിരിയാണ് ആ പോസ്റ്റിന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. ഇരുവർ എന്ന പേരിൽ ആ ടീസർ മോഹൻലാൽ 1 മണിക്കൂർ മുന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ക്ലിഫ് ഹൗസിൽ വെച്ച് മോഹൻലാലും മുഖ്യമന്ത്രിയുമായിട്ട് പ്രത്യേക അഭിമുഖം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ കൊണ്ടുവന്ന മാറ്റത്തെ സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം അത് പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ്, ഞങ്ങൾ പ്രതിപക്ഷത്തിനോടൊപ്പമാണ് എന്ന രീതിയിൽ അതൊന്നും വാർത്തയാക്കാതെ, അതൊന്നും ജനങ്ങളെ അറിയിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ വഴി നോക്കേണ്ടി വരും. അങ്ങനെയാണ് മോഹൻലാലും ഒന്നിച്ചുള്ള അഭിമുഖം ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ലോകത്താകമാനം സഞ്ചരിച്ചിട്ടുള്ള മഹാനടൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ കണ്ട മാറ്റങ്ങൾ മോഹൻലാലിന്റെ ചോദ്യങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരികയും അതിന് മറുപടി പറയുകയും ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്കവാറുമുള്ള ജനങ്ങൾ അത് കാണാനിടയുണ്ട്.